Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാടായി ഗ്രാമപഞ്ചായത്ത് മാലിന്യം വലിച്ചെറിയൽ ഗ്രാമമാകുന്നു. പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ടും മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും. മത്സ്യസമ്പത്തിനെ ബാധിച്ച് കൊടും ചൂട്. കേരള തീരത്ത് മത്സ്യലഭ്യത കുറയുന്നു. ബോട്ടുകളും വള്ളങ്ങളും കടലിൽ പോക്ക് താൽക്കാലികമായി നിർത്തിയതോടെ സംസ്ഥാനത്തെ മീൻവിലയും വർദ്ധിച്ചിരിക്കുകയാണ്. കടലും കടൽ തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതി കല്യാശ്ശേരി മണ്ഡലം തല ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. ഭാവതീവ്രമായ സ്ത്രീ ജീവിതത്തെ അടയാളപ്പെടുത്തി ചിത്രകാരിയും കലാധ്യാപികയുമായ മൂന കൃഷ്ണൻ പരിയാരം. മൂന കൃഷ്ണന്റെ ചിത്രങ്ങളെ ശ്രദ്ധേയമാക്കുന്നത് വ്യത്യസ്തമായ ആവിഷ്കാര രീതി. 30 ചിത്രങ്ങളുള്ള മൂനയുടെ സോളോ എക്സിബിഷന് പയ്യന്നൂർ ലളിതകല ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. മാടായി ഗ്രാമപഞ്ചായത്ത് മാലിന്യം വലിച്ചെറിയൽ ഗ്രാമമാകുന്നു. പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും മാലിന്യങ്ങൾ നിറയുകയാണ്. മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും. കോഴിബസാർ പാലത്തിന് താഴെ പുതിയങ്ങാടി ഹൈസ്കൂൾ റോഡിൽ വ്യാപകമായി മാലിന്യം തള്ളിയിരിക്കുകയാണ്. ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. സുൽത്താൻ കനാലിന് സമീപത്തായാണ് മാലിന്യം തള്ളാനുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത്. പാലത്തിലൂടെ പോകുന്നവർ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുമുണ്ട്. പ്രദേശത്തെ ആളുകൾക്ക് മൂക്കുപൊത്താതെ ഇതിലെ സഞ്ചരിക്കാനാകില്ല. ദിവസേന നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡാണ് ഈ അവസ്ഥയിലുള്ളത്. മാലിന്യം തള്ളുന്നവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതരോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ കോഴിബസാർ പാലത്തിന്റെ താഴ്വരയിൽ കംപ്ലീറ്റ് മാലിന്യങ്ങൾ ഇടുന്ന ഒരു കേന്ദ്രമാക്കി നമ്മുടെ പൊതു ജനങ്ങൾ ഇതിവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നതാണ്. അപ്പം ഈ കാര്യത്തിന് വേണ്ടി പഞ്ചായത്ത് അധികൃതർ അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉൾപ്പെടെ ഇതേ അവസ്ഥയാണ്. മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോഴും മാടായി മാത്രം മാലിന്യമുക്തമാകുന്നില്ല. ഇക്കാര്യത്തിൽ അധികൃതർ അലംഭാവം കാണിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് ഇത്തരക്കാരെ പിടികൂടി അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. മഴക്കാലം എത്തുമ്പോൾ പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടരും. മാരക രോഗത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടാതെ എത്രയും പെട്ടെന്ന് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മത്സ്യസമ്പത്തിനെ ബാധിച്ച് കൊടും ചൂട്. കേരള തീരത്ത് മത്സ്യലഭ്യത കുറയുന്നു. ബോട്ടുകളും വള്ളങ്ങളും കടലിൽ പോക്ക് താൽക്കാലികമായി നിർത്തിയതോടെ സംസ്ഥാനത്തെ മീൻവിലയും വർദ്ധിച്ചിരിക്കുകയാണ്. മത്സ്യലഭ്യത കുത്തനെ കുറഞ്ഞതോടെ ബോട്ടുകളും വള്ളങ്ങളും കടലിൽ പോകുന്നത് ഭാഗികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ചൂട് കൂടുന്ന ഭാഗത്തു നിന്നും മീനുകൾ താപനില കുറഞ്ഞിടത്തേക്ക് നീങ്ങുന്നതാണ് കേരള തീരത്ത് ഇപ്പോൾ മത്സ്യലഭ്യത കുറയുന്നതിന് കാരണം. സമുദ്ര താപനിലയിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും മത്സ്യസമ്പത്തിനെ ബാധിക്കും. താപനില കൂടി തുടങ്ങുമ്പോൾ മുതൽ മീനുകൾ ഉൾക്കടലിലേക്ക് പോകും. താപനില കൂടുതലായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ദിവസം കടലിൽ തങ്ങാനുമാകില്ല. ഇന്ധന ചെലവിനും തൊഴിലാളികൾക്ക് നൽകേണ്ട ദിവസ ചെലവിനും ലഭിക്കുന്ന മീൻ വിറ്റുള്ള പണം മതിയാവില്ലെന്ന് വന്നതോടെയാണ് യാനങ്ങൾ തീരത്തണഞ്ഞത്. ഒരു ബോട്ട് കടലിലിറങ്ങിയാൽ 1 ലക്ഷം രൂപയിലധികമാണ് ചെലവ്.
ദിവസങ്ങളോളം കടലിൽ കിടന്നാലും മുടക്കുമുതൽ പോലും ലഭിക്കാത്ത സാഹചര്യമാണിപ്പോൾ. നിലവിൽ ഭീമമായ തുക ചെലവാക്കിയുള്ള കടൽ പോക്ക്, ബോട്ടുകളും വള്ളങ്ങളും താൽക്കാലികമായി നിർത്തിയതോടെ സംസ്ഥാനത്തെ മീൻവിലയും വർദ്ധിച്ചിരിക്കുകയാണ്. കടലിൽ പോയാൽ ചെലവിനും ഇന്ധനത്തിനും ആവശ്യമായ കാശിനു പോലും മീൻ ലഭിക്കാത്ത അവസ്ഥ വന്നതോടെ തൊഴിലാളി കുടുംബങ്ങളും പട്ടിണിയിലാണ്. ട്രോളിംഗ് നിരോധനം ജൂൺ ആദ്യം തന്നെ ആരംഭിക്കാനിരിക്കെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ പ്രത്യേക പാക്കേജ് തന്നെ ഉണ്ടാക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചുഴലിക്കാറ്റും ഇതിനെ തുടർന്നുള്ള മുന്നറിയിപ്പും ലഭിച്ചതോടെ ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്തെത്തിയവർ ആശങ്കയിലായി. മുന്നറിയിപ്പ് അനുസരിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നേറി. വെള്ളിയാഴ്ച രാവിലെയാണ് ദുരന്ത നിവാരണ ടീം പൂർണ്ണസജ്ജരായി മടക്കര തുറമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത്. മത്സ്യബന്ധന തുറമുഖത്ത് എത്തിയവർക്ക് കാര്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടും മുൻപ് കടലിൽ നിന്നും ഫിഷറീസ് അധികൃതരുടെ സന്ദേശം കരയിലേക്ക് എത്തുന്നു. മത്സ്യബന്ധനത്തിനു പോയ ബോട്ട് അഴിമുഖത്ത് ചുഴലിക്കാറ്റിൽപ്പെട്ട് അപകടാവസ്ഥയിലാണെന്ന വിവരമാണ് മടക്കര തുറമുഖത്തെത്തിയത്. അഴി ലക്ഷ്യമിട്ട് പുഴയിലൂടെ സർവ്വസജ്ജമായി മറൈൻ വിഭാഗത്തിലെ സേനാംഗങ്ങൾ ബോട്ടുമായി പോകവെ 2 പേർ വെള്ളത്തിൽ മുങ്ങി രക്ഷയ്ക്കായി കൈകൾ ഉയർത്തി അപേക്ഷിക്കുന്നു. ഫിഷറീസ് വകുപ്പിലെ പോലീസ് പെട്രോൾ ബോട്ടിൽ രക്ഷാപ്രവർത്തകർ രക്ഷാോപകരണങ്ങൾ ഉപയോഗിച്ച് ഇരുവരെയും രക്ഷിച്ച് സുരക്ഷിതമായി കരയ്ക്കെത്തിക്കുന്നു. കാത്തുനിന്ന അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ആംബുലൻസുകളിൽ മെഡിക്കൽ സംഘം ഉൾപ്പെടെ സജ്ജമായിട്ടുള്ള കാടങ്കോട് നെല്ലിക്കൽ ദേവസ്വം പബ്ലിക് സ്കൂളിലെ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. പിന്നീടാണ് കാവുംചെറിയിലും കാടങ്കോട്ടും ഉൾപ്പെടെയുള്ള നാട്ടുകാരും മത്സ്യവിപണന കേന്ദ്രത്തിലെത്തിയവരും ദുരന്ത നിവാരണ വകുപ്പ് ഒരുക്കിയ മോക്ക് ഡ്രില്ലാണിതെന്ന് മനസ്സിലാക്കിയത്. 12 ജില്ലകളിൽ തിരഞ്ഞെടുത്ത 24 കേന്ദ്രങ്ങളിൽ ഓരോ സംവിധാനങ്ങളും എത്രത്തോളം സജ്ജമാണെന്ന് പരിശോധിച്ച് കൂടുതൽ മെച്ചപ്പെടുത്താനും വിലയിരുത്താനുമാണ് ഒരേസമയം മോക്ക് ഡ്രിൽ നടത്തിയത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് നിരീക്ഷകർ പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലെത്തി. രാവിലെ ചെറുവത്തൂരിന്റെ തീരത്ത് സൈറൻ മുഴക്കിയതോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗത്തിലുള്ളവരും സജ്ജമായി. ചുഴലിക്കാറ്റും അനുബന്ധ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി അഗ്നിരക്ഷാസേനയുടെ മുന്നറിയിപ്പിൽ തുടങ്ങി ഉച്ചയ്ക്ക് 12:30 അവലോകനവും നടത്തിയാണ് മോക്ക് ഡ്രിൽ സമാപിച്ചത്. പ്രദേശത്തെ 32 കുടുംബങ്ങളിൽ ദുരന്തമുണ്ടായതായി കണക്കാക്കിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ആകെ 139 പേരെ രക്ഷിച്ചു. 4 വീട് തകർന്നതായും 4 മുതിർന്നവരെ ഉൾപ്പെടെ 7 പേരെ ക്യാമ്പിൽ ചികിത്സയ്ക്കെത്തിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ തടസ്സമായ വൈദ്യുതി തൂണുകൾ നീക്കിയും മരങ്ങൾ മുറിച്ചുമാറ്റിയും വിവിധ വകുപ്പിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും ഡ്രിൽ വഴിവെച്ചു. മടക്കര തുറമുഖത്ത് ഇൻസിഡന്റ് കമാൻഡായ ഹോസ്ദുർഗ് തഹസിൽദാർ ടി ജയപ്രസാദ്, ഡെപ്യൂട്ടി ഇൻസിഡന്റ് കമാൻഡർ വി നിഗീഷ്, തൃക്കരിപ്പൂർ ഫയർ ഓഫീസർ കെ വി പ്രഭാകരന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ്, ആപദാമിത്ര വളണ്ടിയർമാർ, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത്, SI-മാരായ M സുരേശൻ, CR മൗഷമിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി കല്യാശ്ശേരി മണ്ഡലം തല ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. കടലും കടൽ തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കടലും കടൽ തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി നടപ്പിലാക്കുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ കല്യാശ്ശേരി മണ്ഡലം തല ഉദ്ഘാടനം പുതിയങ്ങാടിയിൽ M വിജിൻ MLA നിർവഹിച്ചു. മനോഹരവും വളരെ ഗൗരവമായിട്ടുള്ളൊരു ക്യാമ്പയിനാണ് ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നാം തുടക്കമിരിക്കുന്നത്. ശുചിത്വ സാഗരവും സുന്ദര തീരവും എന്ന ക്യാമ്പയിൻ ഏറെ പ്രശംസ ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കടലും കടലോരങ്ങളും സുന്ദരമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശുചിത്വം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനായി നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വിവിധ വകുപ്പുകൾ അത് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർന്നുകൊണ്ടാണ് ഫിഷറീസ് വകുപ്പ് ഇത്തരത്തിൽ മാതൃകാപരമായ ഒരു ക്യാമ്പയിൻ കടലും കടൽ തീരവും ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയമായ ഒരു കൂട്ടായ്മ തയ്യാറാക്കുന്നത്. സംസ്ഥാനത്തുടനീളം മുഴുവൻ തീരപ്രദേശങ്ങളിലും ഇന്ന് ഈ ക്യാമ്പയിൻ നടക്കുകയാണ്. ഇതൊരു വലിയ കൂട്ടായ്മയാണ്, ഒരു വലിയ വിജയമായി തീരുകയാണ്. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാടായി മാട്ടൂൽ പഞ്ചായത്തിലെ ചൂട്ടാട്ട് മുതൽ മാട്ടൂൽ സൗത്ത് വരെ കടൽ തീരം പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി 12 ആക്ഷൻ പോയിന്റുകളായി കടൽ തീരത്തെ തിരിച്ച് ഓരോ ആക്ഷൻ പോയിന്റുകളിലും വളണ്ടിയർമാരെ സജ്ജരാക്കിക്കൊണ്ടാണ് ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പരിപാടി സംഘടിപ്പിച്ചത്. NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, സന്നദ്ധ സംഘടനകൾ,
തുടങ്ങിയവർ ക്യാമ്പയിനിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അടുത്ത 5 ദിവസം വേനൽമഴ ശക്തമാകും. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം വേനൽമഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരമ്പരാഗതമായി മൺപാത്ര നിർമ്മാണം ഉപജീവനമായി സ്വീകരിച്ച തൊഴിലാളികൾക്ക് ഈ വിഷുക്കാലവും ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത്. എങ്കിലും ഏറെ പ്രതിസന്ധികളിലൂടെയാണ് ഈ തൊഴിൽ മേഖലയും കടന്നുപോകുന്നത്. പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളുമായി ഒരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, വിഷുക്കണി എന്നത് മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ വിഷുവിന് കണിയൊരുക്കുമ്പോൾ പ്രധാനപ്പെട്ടതാണ് മൺപാത്രത്തിൽ കണിയൊരുക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള തൊഴിലാളികൾ ഈ വിഷുക്കാലത്ത് ഏറെ പ്രതീക്ഷയിലാണ്. അവരുടെ പ്രതീക്ഷകൾ നമുക്ക് നെറ്റ്വർക്ക് ചാനലുമായി അവർ പങ്കുവെക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഏഴിലോട്ട് കാരാട്ടാണ്. ഈ മൺപാത്ര നിർമ്മാണവുമായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. ചേട്ടൻ്റെ പേരെന്താ? മന്ത്രവാദിച്ചുണ്ട്. ചേച്ചിയുടെ പേരെന്താ? ലക്ഷ്മി. ലക്ഷ്മി അല്ലേ? എത്ര കാലമായി രംഗത്ത് പ്രവർത്തിക്കുന്നത്? 10-40 കൊല്ലമായി. 40 വർഷമായിട്ട് പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്നതാണ് അല്ലേ? അപ്പോൾ ചേച്ചി സഹായത്തിനുണ്ടാവും അല്ലേ? സഹായത്തിനുണ്ടാവും അല്ലേ? എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതന്നെ മണ്ണ് അവിടുന്ന് കൊണ്ടുവന്നു, ഇവിടെ കൊണ്ട് ഒരു കുയിലിട്ടു. അവിടെ നിന്ന് നമ്മൾ ആവശ്യത്തിന് കുറച്ചെടുത്ത് എരിഞ്ഞെടുത്ത് ചവിട്ടി കൊണ്ടുവന്ന് ആക്കിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഇവിടുന്ന് കള്ളിൻ്റെ പരിഞ്ഞാണെങ്കിൽ ഒരു 40 50 ഓരോത്തും മുട്ടാൻ പറ്റുന്ന ജാതിയിലെ മഞ്ഞിടും. പിന്നെ ചട്ടിയായിട്ട് ഇതിൽ വെച്ചിട്ടാണ് ഇതിന്റെ അല്ലേ? ഇതിനെന്താന്ന് പറയാ? ചക്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇറക്കിക്കൊണ്ടാണ്. ഇനി മറ്റു മിഷനറി കാര്യങ്ങളൊന്നും ഇല്ല. ഈ മുമ്പ് പെണ്ണുങ്ങൾ തിരിക്കലാണ്. കൂടെയുള്ള ആള് ഇത്രയും ഉണ്ടാവുള്ളൂ. അന്നേരം ചക്രം ഇത്ര പേരെ ഉണ്ടാവും. ആ ചക്രത്തിൽ പെണ്ണുങ്ങൾ ആടിയിരിക്കും, ആടുങ്ങൾ വേടിയിരിക്കും. അതിനുശേഷം ഇതിന്റെ രൂപം ഉണ്ടായതിനു ശേഷം ഇത് എന്താണ് പിന്നീട് എന്താണ് ചെയ്യുന്നത്? ഞാൻ ചുട്ടെടുക്കുകയാണ്. എങ്ങനെയാണ് രൂപം ഉണ്ടായതിനു ശേഷം എന്താണ് ചെയ്യുന്നത്? പാകത്തിനുണക്കി പണിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം വിഷുക്കാലാണ് അല്ലെ? ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് വിഷുക്കാലത്താണല്ലേ? അല്ലെ? എന്തൊക്കെയാണ് വിഷു നമ്മൾ ഉണ്ടാക്കുന്നത്? വിഷുവിന് ചെറിയ കാലം, ചോറ് വെക്കുന്ന കാലം, കുടുക്ക, മത്സ്യം വെക്കുന്ന ചട്ടി, പിന്നെ ഒരു കഞ്ഞാറ്റി കൊണ്ട് കണി വെക്കുന്ന പാത്രങ്ങൾ, അങ്ങനെല്ലാം ഉണ്ടാക്കുക. നേരത്തെ ഇതിന് വൻ ഡിമാൻഡ് ആയിരുന്നു അല്ലേ? നമ്മുടെ എല്ലാ വീടുകളിലും ഈ സാധനമാണ് ഉപയോഗിച്ചത്. ഒരു പക്ഷേങ്കിൽ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ അലുമിനിയം പാത്രവും വന്നതിന് ശേഷം ഇതിന് ചെറിയൊരു ഉണ്ടാകുന്നുണ്ടല്ലേ? പണ്ട് കാലങ്ങളിൽ ചുമന്നിട്ട് ഓരോ വീടുകളിലും പോയിട്ട് വിൽപ്പന നടത്തണം. അന്നേരം അവർ വേണ്ടാന്ന് പറയും, വേണ്ടുന്നവർ എടുക്കും. അങ്ങനെ ഒരുപാട് വിഷമത്തിലാണ് പണ്ട്. ഇപ്പം പിന്നെ കച്ചവടക്കാരെല്ലാം വന്ന് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകും. വിഷു ടൈമിന് ഇല്ല, നമ്മൾ കൊണ്ടുപോകണ്ട, വണ്ടിയും കൊണ്ടുവന്നിട്ട് അവർ കൊണ്ടുപോകും. നേരത്തെ നമ്മുടെ നടന്ന് വിൽക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ പൂരക്കടവത്തൊക്കെ വിൽപ്പന നടത്താറുണ്ട് അല്ലേ? ഈ മേഖല ഇപ്പൊ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഈ മേഖല എന്ന് പറഞ്ഞാൽ മൺപാത്രം ഉണ്ടാക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ, മുമ്പ് നമ്മൾ ഇവിടെ ഒരു 10-15 വീടുണ്ട്. ഓരോരോ വീട്ടിലും 3 ആളാണ്. അപ്പോൾ ഈ പാത്രം ചിലവാകണ്ടേ? പരിമ്പി ചന്ത, പിന്നെ നടക്കാവ് ചന്ത, അങ്ങനെ ഇങ്ങനെയെങ്കിൽ ഓരോ ചന്തയിലും കൊണ്ടുപോയിട്ട് വിറ്റിട്ട് പിന്നെ അവിടെ നിന്ന് കിട്ടുകയും കിട്ടി, ഇല്ലെങ്കില്ല ആർക്കും ചെറിയ പൈസക്കാർക്കും കണ്ണ് വീടക്കാരുടെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരും. വീട്ടിൽ നിന്ന് 4 മണിക്ക് എടുക്കുന്ന കട്ടാണ്. 4 മണിക്ക് എടുത്തിട്ട് അന്നൂർ വഴി പോയിട്ട് ഇപ്പം നടക്കാവ്
എത്തണം. ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ് അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം ഈ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പാത്രങ്ങൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കള്ളിന്റെ പാനി, തെങ്ങിന്റെ മേലെ വെക്കുന്ന, അതുപോലെ തന്നെ പൂച്ചട്ടികൾ ഇവിടെ ഉണ്ടാക്കാറില്ല, കുറവാണ്. പിന്നെ പാത്രങ്ങൾ പിന്നെ വിഷുവിന്റെ ടൈമിന് കലവും കുടിക്കും, പിന്നെ കഞ്ഞേറ്റി, ചട്ടി, അങ്ങനെ സാധനങ്ങൾ വിഷുവിന്റെ ടൈമിന്. എന്തായാലും നമുക്കറിയാം ഈ ചട്ടിയിൽ പാകം ചെയ്യുമ്പോൾ ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പാത്രങ്ങൾ മാറുമ്പോൾ അസുഖങ്ങളും മനുഷ്യന് കൂടി അല്ലേ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ മൺപാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് രോഗങ്ങൾ കുറവായിരുന്നു. മറ്റു പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ രോഗങ്ങൾ കൂടി ഫാസ്റ്റ് ഫുഡും അല്ല, അങ്ങനെ ഒരുപാട് അസുഖങ്ങളും മരണങ്ങളും സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാൻഡോ മറ്റു നമ്മൾക്കൊന്നും ഇതുവരെ കിട്ടിയില്ല. ആകെ കിട്ടുന്ന 25,000 രൂപ ഇത്രയും വർഷമായിട്ട് വേറെ ഒന്നും കിട്ടിയില്ല. അതായത് ഇതിന്റെ നിർമ്മാണ ചെലവുകൾ കൂടി വരികയാണ്. അതെ അതെ, വിറക്, പുല്ല്, ചേരി എല്ലാം ഒരുപാട് പൈസ കൊടുത്തിട്ട് നമുക്ക് മേടിക്കണം. അല്ല അതെല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോൾ ആരും മുന്നോട്ട് വരാതെ. ഒരുപാട് വിറക് വേണം ഉപയോഗിക്കണമെങ്കിൽ. എന്തായാലും ഈ വിഷുക്കാലം നമ്മൾ ഏറെ പ്രതീക്ഷയിലാണ്. അതെ അതെ, ഈ വിഷുക്കാലം പ്രതീക്ഷയിലാണ്. നമുക്കറിയാം ഓരോ വിഷുക്കാലവും ഓരോ ആഘോഷങ്ങളും നമ്മുടെ പരമ്പരാഗത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് പ്രതീക്ഷയാണ് നൽകുന്നത്. കൂടുതൽ പറയാനുള്ളത്, സർക്കാരിനോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നതിനും അവർക്ക് സഹായങ്ങൾ നൽകുന്നതിനു വേണ്ടിയും മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. ഭാവതീവ്രമായ സ്ത്രീ ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണ് ചിത്രകാരിയും കലാധ്യാപികയുമായ മൂന കൃഷ്ണൻ പരിയാരം. വ്യത്യസ്തമായ ആവിഷ്കാരമാണ് മൂന കൃഷ്ണന്റെ ചിത്രങ്ങളെ ശ്രദ്ധേയമാക്കുന്നത്. 30 ചിത്രങ്ങളുള്ള തന്റെ ആദ്യ സോളോ ചിത്ര പ്രദർശനത്തെക്കുറിച്ച് ചിത്രകാരി തന്നെ സംസാരിക്കുന്നു. ചിത്രകാരിയായ മൂന കൃഷ്ണൻ പരിയാരത്തിൻ്റെ ഒരു ചിത്ര പ്രദർശനം ഇവിടെ പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ആർട്ട് ഗാലറിയിൽ നടക്കുകയാണ്. അപ്പോൾ മൂന, ഇവിടെ കാഴ്ചക്കാരായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അവരുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടു തുടങ്ങിയോ? എല്ലാവർക്കും പെയിൻറ്റിങ്സ് ഇഷ്ടപ്പെടുന്നുണ്ട്. ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇറ്റ് ഹാപ്പൻസ് ഒക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഉള്ളവർക്ക് മെയിം അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ ഭാവി ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. അതെനിക്ക് വളരെ സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഏറെക്കാലത്തെ ഒരു സ്വപ്നമാണ് ഇങ്ങനെ ഒരു ചിത്ര പ്രദർശനം നടത്തുക എന്നുള്ളത്. അപ്പോൾ സന്തോഷമുണ്ട്. അതെ, ഈ ചിത്ര പ്രദർശനത്തിന് മൂന്ന് നൽകിയൊരു പേര് അത് കുറച്ചു വെറൈറ്റിയാണ്. എന്തായിരുന്നു അതിന് പിന്നിൽ ആ ഒരു പേര് വന്നതിന് പിന്നിൽ എന്താണ്? അത് 2012 ഞാൻ BFA പൂർത്തിയാക്കുന്നത്. അതിനുശേഷം 2024 വരെ എനിക്ക് ഒരു വർക്കും അങ്ങനെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കാരണം. അപ്പോൾ ഒരു വ്യാഴോട്ടക്കാലത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ബ്രഷ് കയ്യിലെടുത്ത് പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ടച്ച് വിട്ടുപോയോ, നാക്കുണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റുന്നുണ്ട് എന്നെനിക്ക് തോന്നി, കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ചെയ്യാം, ഇനി തുടർന്ന് ചെയ്യാനാണ് എൻ്റെ ഒരു ഐഡിയ. അതെ, അപ്പോൾ ഇത്രയും കാലത്തെ ഒരു ഗ്യാപ്പ് അത് തന്നെ നമ്മുടെ ആദ്യത്തെ ചിത്ര പ്രദർശനത്തിന് നൽകിക്കൊണ്ട് വീണ്ടും ഒരു തുടക്കമിടുവാണ്. അതെ, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഇവിടെ വന്ന് കാണുന്ന ഓരോ ആൾക്കാരുടെയും അഭിപ്രായങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള ഊർജ്ജം. അതെ, അപ്പോൾ ഈ ചിത്രം വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടു ഒരുപാട് ചിത്രങ്ങൾ, അതിലൊരു ത്യാഗമുണ്ട്. എല്ലാത്തിലും ഒരു സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനയുടെയും ത്യാഗത്തിൻ്റെയും ഒരു ചിത്രങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത്? എല്ലാത്തിലും സ്ത്രീകൾ വളരെയധികം ത്യാഗം ചെയ്യുന്നവരാണ്. അത് ആ ത്യാഗമനോഭാവം സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതലുള്ളത്. പുരുഷന്മാർ ത്യാഗം ചെയ്താലും പുരുഷന്മാർ എപ്പോഴും സെൽഫ് സെൻറ്റേഡ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ സ്ത്രീകളുടെ ത്യാഗം എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് വേദന സഹിച്ച് നമ്മളെ വളർത്തി വലുതാക്കി. ഇപ്പോൾ എൻ്റെ അമ്മ വിധവയായി, അതിനുശേഷം എത്ര കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയതെന്നൊക്കെ എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നെ നമ്മൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പബ്ലിക്കിൽ നിന്നായാലും ഒറ്റയ്ക്ക് ഇത്രയും പോരാടി വരുന്ന ആ ഒരു അവസ്ഥ. പിന്നെ കോളേജിൽ പഠിച്ച എൻ്റെ അധ്യാപകൻ തന്നെ എവിടെ എത്തില്ല എന്നൊക്കെ നെഗറ്റീവായിട്ട് കമൻസൊക്കെ പറഞ്ഞിട്ട്, ഇങ്ങനെയൊന്നും അല്ല വർക്ക് ചെയ്യേണ്ടത്, താനൊന്നും എവിടെ എത്തില്ല. അപ്പോൾ അതൊക്കെ അന്നൊരു വാശി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് തളർന്നു പോയിരുന്നു. അതാണ് ഒരു 12 വർഷമൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാതെയൊക്കെ ആയിപ്പോയത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേക്കാൻ പറ്റി. ഈ ചിത്രശില്പകലാ അക്കാദമിയിൽ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പോൾ കൊച്ചുകുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് എന്നാൽ വളരെയധികം ഉത്സാഹത്തോടെ വരയ്ക്കുന്നത് കണ്ടപ്പോൾ എനിക്കും എന്തുകൊണ്ട് പറ്റൂല എന്ന് ചിന്തിച്ചു. കാരണം അവർ വരയ്ക്കുന്നത് പേന പോലും പിടിക്കാൻ പറ്റാത്ത കുട്ടികൾ വാട്ടർ കളറൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ കഷ്ടപ്പെട്ടാണ് അവർ ചെയ്യുന്നത്. ABCD തുടങ്ങുകയാണല്ലോ കൊച്ചുകുട്ടികൾ, പിച്ച വെച്ച് തുടങ്ങുന്ന
ആ ഒരു വരയുടെ ലോകത്ത് വെച്ച് തുടങ്ങുകയാണ് അവർ. അപ്പോൾ ഞാനൊന്ന് പകുതിക്ക് നിർത്തിയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചത്. റാങ്കോട് കൂടിയാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരുന്നു. അങ്ങനെയാണ് അമ്മ സമ്മതിക്കുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പറ്റില്ല. 4 ദിവസത്തെ എക്സാം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ നീ നിന്നെ അങ്ങോട്ട് വിടാൻ പറ്റില്ല, 4 ദിവസം പോലെയല്ല 4 വർഷം, ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ അമ്മയ്ക്ക് മനസ്സ് മാറി. ഇനി ഇതിങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല, നീ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 4 വർഷം അവിടെ പഠിച്ചത്. ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഒക്കെ ആയ ഒരാളെ ഒരു പുരുഷൻ വന്ന് ഇതിനെ കൊണ്ട് പറ്റില്ല തളർന്നു പോകണം. അന്ന് തളർന്നിട്ടില്ലായിരുന്നു. അന്ന് എനിക്ക് വാശി ഉണ്ടായിരുന്നു. ആ വർക്കാണ് ഈ കാണുന്നത്. അതൊക്കെ വാശിപ്പുറത്ത് ചെയ്ത വർക്കാണ്, വിൻസൊക്കെ. പക്ഷേ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ശകാരമൊക്കെ ഉണ്ടായിരുന്നു. പബ്ലിക്കായിട്ട് പ്രസൻറ്റേഷൻ്റെ സമയത്ത് വല്ലാതെ ഡിഫെയിം ചെയ്യുമായിരുന്നു. പക്ഷേ അതിനൊക്കെ ഉയർത്തെഴുന്നേറ്റ് അന്ന് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ജീവിതത്തിൽ തളർന്നു പോയപ്പോൾ ഇതും നെഗറ്റീവായി പറയുന്നത് പോലെ സ്ത്രീ ആയതുകൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള ശാപവാക്കുകളൊക്കെ ഒരു പരിധി വരെ നമ്മൾ സ്ത്രീ മാത്രമല്ല, അതിൽ മതമുണ്ട്. പിന്നെ ഞാനതിലേക്ക് പോകുന്നില്ല. പിന്നെ അധ്യാപകർക്ക് ഈഗോ തോന്നുന്ന കുട്ടികളോട് എന്ന് പറയുന്നത് അന്ന് നമുക്ക് മനസ്സിലാവുന്ന കൺസെപ്റ്റ് അല്ല. പക്ഷെ ഇന്നത് മനസ്സിലാകും. സ്ത്രീകൾ എപ്പോഴും മൾട്ടി ടാസ്കിംഗ് ആണെന്ന് പറയുന്നത്. ഒരേ സമയത്ത് പല ജോലികൾ ചെയ്യാൻ, അതുകൊണ്ടാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കുട്ടികളെ നോക്കാനും ഒക്കെ അവർക്ക് പറ്റുന്നത്. അതൊക്കെ തന്നെയാണോ നമ്മുടെ ഈ ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്? പെയിൻഫുൾ ആയിട്ടുള്ള സ്ത്രീയുടെ മുഖം, അതിനപ്പുറത്തേക്ക് സന്തോഷവതിയായ സ്ത്രീകളെയും നമുക്ക് ഈ ചിത്രങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും. അതെ ഉണ്ട്, തീർച്ചയായും. സ്ത്രീകൾ മൾട്ടി ടാസ്കിംഗ് തന്നെയാണ്. അവർക്ക് ഒരേ സമയം സ്ത്രീകളുടെ ബ്രെയിനും പുരുഷന്മാരുടെ ബ്രെയിനും ഡിസൈൻ ചെയ്തിട്ടുള്ളത് 2 തരത്തിൽ തന്നെയാണ്. സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിങ് പറ്റും. അതുപോലെ ഡ്രൈവിങ്ങിൽ സ്ത്രീകളുടെ വിഷൻ ലെങ്ത്, ഈ ആംഗിൾ, അതിലും വ്യത്യാസമുണ്ട്. പുരുഷൻ്റെ മുന്നിലൊരു പൂച്ച ചാടിയ പൂച്ചയുടെ വിധി എന്നതാണ്. പക്ഷേ സ്ത്രീകൾക്ക് അവിടെ ഇവിടെ എല്ലാം കാണുന്നതുകൊണ്ടാണ് ഡ്രൈവിങ്ങിൽ കൺഫ്യൂഷൻ വരുന്നത്. എത്രയും വീതിയിൽ നമ്മൾ കാണും എന്നുള്ളതാണ് സ്ത്രീകളുടെ ഒരു പെർസ്പെക്റ്റീവ്. അപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകൾ, അല്ലെങ്കിൽ സ്ത്രീകൾ മൾട്ടി ടാസ്കിംഗ് ആയി ചെയ്യുന്ന കാര്യങ്ങൾ, അതിലേക്ക് ചില കുത്തുവാക്കുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വിധി നമ്മളെ തളർത്താൻ നോക്കാം. പക്ഷേ അവിടെയൊന്നും തളരാതെ മുന്നോട്ട് തന്നെ യാത്ര പോവുക എന്ന് തന്നെയാണ് മൂന കൃഷ്ണൻ്റെ ഈ ചിത്ര പ്രദർശനം നമ്മളോട് പറയുന്നതും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിഷു വിപണന മേളയുടെയും ചെറുതാഴം നാച്ചുറൽ റൈസിന്റെ വിപണന ഉദ്ഘാടനവും പിലാത്തറയിൽ നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിഷു വിപണന മേളയുടെയും ചെറുതാഴം നാച്ചുറൽ റൈസിന്റെ വിപണന ഉദ്ഘാടനവും പിലാത്തറയിൽ നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വിഷു ചന്തയാണ് ഇവിടെ ഇന്ന് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. മിക്കവാറും നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ പൊതുവിൽ വിറ്റഴിക്കുന്നത്. ഭക്തി ഇവിടെ ഉണ്ടാക്കിയതാണ്. അതുപോലെ മത്തൻ, അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ, ഇവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് വിഷുവിൻ്റെ ഭാഗമായി വിറ്റഴിക്കുന്നത്. അതുപോലെ ഏറ്റവും സന്തോഷകരമായിട്ടൊരു കാര്യം, ഈ വർഷം ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീ CDS ചെറുതാഴം നാച്ചുറൽ റൈസ് എന്ന് പറഞ്ഞാൽ കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിച്ച് അത് സാധാരണഗതിയിൽ നമ്മുടെ നാടൻ രീതിയിൽ തന്നെ പുഴുങ്ങി കുത്തി അരിയാക്കി ആ അരി ഈ വിഷുവിന് നാട്ടിലെല്ലാം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അവർ നടത്തുന്നുണ്ട്. ഇതാണ് നാച്ചുറൽ റൈസ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുവരെ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ E വസന്ത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BP രോഹിണി, വാർഡ് മെമ്പർമാരായ മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, TV കമല, അസിസ്റ്റന്റ് സെക്രട്ടറി MV സുമേഷ് എന്നിവർ സംസാരിച്ചു. നാടൻ കുത്തരി, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ മുതലായവ ഏപ്രിൽ 13 വരെ വിപണിയിൽ ലഭ്യമാകും. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും JLG കർഷകരുടെ പച്ചക്കറികളും തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് മിതമായ നിരക്കിൽ എത്തിക്കുവാൻ ഇത്തരം മേളകളിലൂടെ സാധിക്കുന്നുണ്ട്. ചെറുതാഴം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലുള്ള ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററിന്റെ ഭാഗമായി കുടുംബശ്രീ JLG കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലുകുത്തി അരിയാക്കിയാണ് ചെറുതാഴം നാച്ചുറൽ റൈസ് വിഷുവിന് വിപണിയിലെത്തിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ സബ് ജഡ്ജ് MS ഉണ്ണികൃഷ്ണന് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K വിജയകുമാർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പയ്യന്നൂർ സബ് ജഡ്ജ് MS ഉണ്ണികൃഷ്ണന് പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ സബ് കോടതി ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K വിജയകുമാർ അധ്യക്ഷത വഹിച്ച് ഉപഹാര സമർപ്പണം നിർവഹിച്ചു.
ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പ്രമോദ് സ്വാഗതം പറഞ്ഞു. പയ്യന്നൂർ മുൻസിഫ് ഗ്രീഷ്മ AS, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ലക്ഷ്മിപ്രിയ TK, അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ PV മധു, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി APP ഷാജു TP, കേരള അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് സെക്രട്ടറി സുനിൽകുമാർ KK, ബാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് നിഷിത M തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ അമ്മ സംബന്ധിച്ചോളം ഏത് ആവശ്യത്തിലും നമ്മളെ സബ്ജക്റ്റിനെ സമീപിച്ചാൽ വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ കേൾക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് വളരെ നല്ല നിർദ്ദേശങ്ങൾ നൽകുന്നതും അദ്ദേഹം. സബ് ജഡ്ജ് MS ഉണ്ണികൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ് മേഖലയിൽ കേരളമാകെ വിപ്ലവം സൃഷ്ടിച്ച യൂറോടെക് കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റായ കിലോ ബസാറിന്റെ 24ാമത് ഷോറൂം പയ്യന്നൂരിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. മാർക്കറ്റ് വിലയേക്കാളും 40 മുതൽ 50% വരെ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കപ്പെടുന്നു. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ് മേഖലയിൽ കേരളമാകെ വിപ്ലവം സൃഷ്ടിച്ച യൂറോടെക് കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റായ കിലോ ബസാറിന്റെ ഷോറൂം പയ്യന്നൂരിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ ഫിറ്റിംഗ്സ് എന്നിവ തൂക്കി വാങ്ങിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് വിലയേക്കാളും 40 മുതൽ 50% വരെ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കപ്പെടുന്നു. യൂറോടെക് എന്നൊരു കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിട്ടാണ് ഈ ഒരു കിലോ ബസാർ പ്രവർത്തിക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിംഗിലാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത്. കൂടാതെ ഒരു ബാത്റൂമിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും 4995 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. 4500 രൂപയ്ക്ക് ഒരു ക്ലോസറ്റ് വാങ്ങുമ്പോൾ ഒരു വാഷ് ബേസിനും കമ്പനി സൗജന്യമായി നൽകുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാങ്കോൽ ബ്രാഞ്ചിന്റെയും ATMന്റെയും പ്രവർത്തനം പുനരാരംഭിച്ചു. നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കാങ്കോൽ സബ്സ്റ്റേഷന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കാങ്കോൽ ബ്രാഞ്ചിന്റെയും ATMന്റെയും ഉദ്ഘാടനം AIR കേരള ചെയർമാനും സ്മാർട്ട് ട്രാവൽ ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനുമായ അഫി അഹമ്മദ് UPC നിർവഹിച്ചു. അല്ലെങ്കിൽ ബാങ്കിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ബാങ്കുമായി ബന്ധപ്പെട്ട കുറെ ഫോർമാലിറ്റീസ് ഒക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലത്ത് ഇന്ന് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ലോക്കറാണ് ശരിക്കും. ഞങ്ങൾ ക്യാഷ് ഉണ്ടെങ്കിൽ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, ഏത് സമയത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഏത് സമയത്തും സുരക്ഷിതമായ കൈകളിലാണ്. പക്ഷെ അതിലൊരു പ്രശ്നം കിടക്കുന്നത് ബാങ്ക് ലോക്കറിന്റെ കീ നമ്മുടെ മൊബൈലാണ്. കാരണം അത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള ബാങ്ക് ആരടിച്ചു മാറ്റി വീടിന്റെ താക്കോല് മാതിരി ഞങ്ങളുടെ അക്കൗണ്ടിന്റെ താക്കോൽ ഇന്ന് നമ്മളുടെ കഴികളിലാണ്, മൊബൈലിലാണ് എന്ന് സൂക്ഷിക്കുക. കാരണം ഇന്ന് എല്ലാം ഡിജിറ്റലൈസ് ആയ സമയത്ത് പോലും അതിന് ഇപ്പം കൺട്രിബ്യൂട്ട് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ റീജിയൻ പറഞ്ഞതുപോലെ അതിനൊരു ഫ്രോഡ് ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം മീഡിയ ആയിക്കോട്ടെ, മണി ലോണ്ടറിങ് ആയിക്കോട്ടെ, ഇപ്പോൾ പല ചെറുപ്പക്കാരും അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പലരുടെയും അക്കൗണ്ട് കുടുങ്ങിക്കിടക്കുന്നതിന് അൺനെസറി അക്കൗണ്ട്സിലേക്ക് കാശ് വന്നാൽ പോലും അത് എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ് കാണിക്കേണ്ടി വരും. അപ്പോൾ അൺനെസറി ആർക്കെങ്കിലും നിങ്ങൾ അക്കൗണ്ട് ചോദിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ ചോദിക്കണം. വായി സുജിത് ബാബു കെ സ്വാഗതം ആശംസിച്ചു. രാജേഷ് NR ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ATM ഉദ്ഘാടനവും മാത്തിൽ ഗുരുദേവ് കോളേജ് ആൻഡ് മദർ സ്കൂൾ ട്രഷറർ
ഫാദർ വർഗീസ് താന്നിക്കുഴിയിൽ ലോക്കർ ഉദ്ഘാടനവും സെന്റ് മേരീസ് റബ്ബേഴ്സ് കാണ്ടാവനം റബ്ബേഴ്സ് മാനേജിംഗ് പാർട്ണർ ജോസഫ് KM ഗോൾഡ് കൗണ്ടർ ഉദ്ഘാടനവും നിർവഹിച്ചു. രാഖി, പ്രജിന, സതി, രതീഷ്, ജോബിൻ ജോസ്, ജോസഫ്, ശ്രീലത, ഷൈജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാങ്കോൽ ബ്രാഞ്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 90854702 എന്ന നമ്പറിലോ 9074646123 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരം വിഷുത്തിരക്കിലായതോടെ നഗരം ഗതാഗത തടസ്സം കൊണ്ട് സ്തംഭിച്ചു. ഇതോടെ പ്രശ്നത്തിലിടപെട്ട് പയ്യന്നൂർ സോൾജിയേഴ്സ് ക്ലബ്ബ് പ്രവർത്തകർ ഗതാഗത തടസ്സം നീക്കാൻ ഫലപ്രദമായ ഇടപെടലാണ് ഇവർ നടത്തിയത്. പയ്യന്നൂർ നഗരം വിഷുത്തിരക്കിലായതോടെ വാഹനബാഹുല്യം കൊണ്ട് നഗരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ജനങ്ങൾ വിഷു വിപണിയിലേക്ക് ഇറങ്ങിയതോടെ പയ്യന്നൂർ സെൻട്രൽ ബസാറിലും ബസ് സ്റ്റാൻഡിലും ഉൾപ്പെടെ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ഇതോടെ ഉണർന്നു പ്രവർത്തിച്ച് പയ്യന്നൂർ സോൾജിയേഴ്സ് ക്ലബ്ബ്. നഗരം ഗതാഗതക്കുരുക്കിന്റെ പിടിയിലമർന്നപ്പോൾ സോൾജിയേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തു. പയ്യന്നൂർ LIC ജംഗ്ഷനിലുണ്ടായ ഗതാഗത തടസ്സം മാറ്റാൻ സോൾജിയേഴ്സ് ക്ലബ്ബ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങി. വിഷു പടിവാതിൽക്കലെത്തി നിൽക്കെ വരും ദിവസങ്ങളിലും നഗരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ സോൾജിയേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിലും ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ഫലപ്രദമായി ഇടപെടുമെന്ന് സോൾജിയേഴ്സ് ക്ലബ്ബ് പ്രവർത്തകർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓൾ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC കൺവെൻഷനും വിഷുക്കിറ്റ് വിതരണവും നടന്നു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പരിപാടി DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC പയ്യന്നൂർ മേഖലാ സമ്മേളനവും വിഷുക്കിറ്റ് വിതരണവും നടത്തി. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പരിപാടി DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഹിതകരമായ ഒന്നും ചെയ്യാൻ ഗവൺമെന്റിന് സാധിക്കില്ല. വലിയ അമൃതമത്സരമായി ആശാവർക്കർമാർ സമരം നടത്തുകയാണ്. എന്നിട്ടും ഗവൺമെന്റിനൊന്നും വിളക്കില്ല. ഇന്നലെ CPO ബാങ്ക് ഓർഡേഴ്സ് സമരത്തിലാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരത്തിന്റെ ഒരു വേദിയായിട്ട് തന്നെ നടക്കുകയാണ്. ഇതൊന്നും കാണാനും ഒരു പരിഹാരം കാണാനും യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പ്രേംജിത്ത് പുച്ചാലി അധ്യക്ഷത വഹിച്ചു. UDF പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ A രൂപേഷ് വിഷുക്കിറ്റ് വിതരണം ചെയ്തു. INTUC നിയോജകമണ്ഡലം പ്രസിഡന്റ് KV മോഹനൻ, തമ്പാൻ പയ്യന്നൂർ, TV ഗോപി, അർഷാദ് കൗവായി, രാജേഷ് അക്കാളത്ത്, ഷിജു NM എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരുമ്പ മുസ്ലിം ജമാഅത്ത് റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 11ാമത് പെരുമ്പ ഹജ്ജ് ക്യാമ്പ് ഏപ്രിൽ 14-ന് പയ്യന്നൂർ പെരുമ്പ ലത്തീഫിയ ഓഡിറ്റോറിയത്തിൽ നടക്കും. ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരുമ്പ മുസ്ലിം ജമാഅത്ത് റിലീഫ് കമ്മിറ്റി, ഗിദ്മ സഹാറ ഹജ്ജ് ഉംറ സർവീസ് ഗ്രൂപ്പ്, ഹാജി A അബ്ദുൽ അസീസ് ടെക്സ്റ്റൈൽസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 11ാമത് പെരുമ്പ ഹജ്ജ് ക്യാമ്പ് ഏപ്രിൽ 14-ന് പയ്യന്നൂർ പെരുമ്പ ലത്തീഫിയ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 8 മണി മുതൽ ക്യാമ്പ് ആരംഭിക്കും. പയ്യന്നൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവ കേന്ദ്രീകരിച്ച് ക്യാമ്പിലേക്കും തിരിച്ചും വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അബ്ദുസമദ് പൂക്കോട്ടൂർ, ചുഴലി മുഹ്യുദ്ദീൻ മൗലവി, CT അബ്ദുൽ ഖാദർ തൃക്കരിപ്പൂർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് പ്രാർത്ഥനാ സദസ്സിന് സയ്യിദ് അബ്ദുൾ റഷീദ് തങ്ങൾ പാണക്കാട് നേതൃത്വം നൽകും. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9747474677 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. KT സഹദുള്ള, VKP ഇസ്മയിൽ, A മുജീബ്, CP അബ്ദുള്ള, കാട്ടൂർ ഹംസ, CT അബ്ദുൽ ഖാദർ, CV ജാബിർ, SV മുസ്തഫ, K ഖലീൽ, OM ഇസ്മയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുളപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ പഠന വിനോദ പരിപാടി അറിവൂഞ്ഞാൽ സീസൺ 12-ന് തുടക്കമായി. പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ പഠന വിനോദ പരിപാടി അറിവൂഞ്ഞാൽ സീസൺ 12 തുടക്കമായി. ഏപ്രിൽ 11 മുതൽ മെയ് 26 വരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും പുസ്തകം താല്പര്യത്തോടെ എടുത്ത് വായിക്കുന്ന ആളുകളായിട്ട് മാറും. എന്താ പുസ്തകം കൊണ്ടുള്ള മെച്ചം? വായനയെക്കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട്. സ്കൂളിൽ വായനാ ദിനവും വായന വാരവും ഒക്കെ ആയിട്ട് സ്ഥിരം പ്രസംഗം ഉണ്ടാവില്ലേ? ഒരു കഥ ഞാൻ പറയാം. ഈ കഥ ചിലപ്പോൾ നിങ്ങൾ കേട്ടതായിരിക്കും. ചൈനയിൽ പ്രചരിച്ചിട്ടുള്ള ഒരു നാടോടി കഥയാണ്. ചൈനയിൽ 2 കള്ളന്മാരുണ്ടായിരുന്നു. എന്താ കള്ളന്മാര് ജോലി? കക്കലും പിടിച്ചോദിക്കലും ആണല്ലേ. എല്ലാ ദിവസവും വൈകുന്നേരം വരെ 7 മണിയായി കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുട്ടായി തുടങ്ങുമ്പോൾ ഈ 2 കള്ളന്മാരും അവരവരുടെ ഡ്യൂട്ടിക്ക് ഇറങ്ങും ഓരോ ദിവസവും. എവിടെയാ ഡ്യൂട്ടി? ഓഫീസിലൊന്നുമല്ല. ഗ്രന്ഥാലയം പ്രസിഡന്റ് TV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, വായനശാല സെക്രട്ടറി T രാകേഷ്, PV ഉപേന്ദ്രൻ, ഗ്രന്ഥാലയം സെക്രട്ടറി VV ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ജൈവഭൂമി ജൈവ കർഷക സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിത്ത് മേളയും വിഷുച്ചന്തയും ആരംഭിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ TP പത്മനാഭൻ മാസ്റ്റർ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ജൈവഭൂമി ജൈവ കർഷക സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിത്തുമേളയും വിഷുച്ചന്തയും ആരംഭിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ TP പത്മനാഭൻ മാസ്റ്റർ മേള ഉദ്ഘാടനം ചെയ്തു. നിറ ഇലയിലാണ് തുടങ്ങുന്നത്. നിറയിൽ തുടങ്ങി ഫലത്തിൽ അവസാനിക്കുന്ന വിഷു കഴിഞ്ഞ് 4 മാസത്തേക്ക് കേരളത്തിൽ കാർഷിക ആചാരം എന്നൊന്നും ഉണ്ടാകില്ല. കാരണം കൃഷിയിലേക്കാണ്. വിഷു ദിവസം വിത്തെടുത്ത് കർഷകൻ കോതുകൊള്ള വയലിലേക്ക് പോകുന്നതോടുകൂടി നിറ വരെ, അതായത് കർക്കിടകത്തിൻ്റെ ഒടുവിൽ നിറ വരെ പൂർണ്ണമായും കൃഷിയിലും മഴയിലും മുങ്ങിപ്പോകുന്ന കാർഷിക ജീവിതത്തിന്റെ തുടക്കമാണ് വിഷു. ജയേഷ് പാടിച്ചാൽ, PP രാജൻ അമ്പാടി, KP വിനോദ്, അത്തായി ബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നാടൻ ഉൽപ്പന്നങ്ങളായ ചക്ക, മാങ്ങ, വെള്ളരി, കുമ്പളം, മഞ്ഞൾ, വിവിധയിനം കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ മേളയിൽ ഒരുക്കിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉത്തര കേരള അക്ഷരശ്ലോക സമിതിയുടെ 11ാം വാർഷികം സമിതി ആസ്ഥാനമായ പയ്യന്നൂരിൽ വെച്ച് ഏപ്രിൽ 17, 19 തീയതികളിൽ നടക്കും. ഡോക്ടർ PV നാരായണൻ ഉദ്ഘാടനം ചെയ്യും. ഉത്തര കേരള അക്ഷരശ്ലോക സമിതിയുടെ 11ാം വാർഷികം സമിതി ആസ്ഥാനമായ പയ്യന്നൂരിൽ വച്ച് ഏപ്രിൽ 17, 19 തീയതികളിൽ നടക്കും. ഡോക്ടർ PV നാരായണൻ ഉദ്ഘാടനം ചെയ്യും. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അക്ഷരശ്ലോക മത്സരം, പൊതുസമ്മേളനം, ജനറൽ ബോഡി യോഗം എന്നിവ നടക്കും. അക്ഷരശ്ലോക മത്സരം AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക ഓഡിറ്റോറിയത്തിൽ വച്ച് ഏപ്രിൽ 17-ാം തീയതി വ്യാഴാഴ്ച രാവിലെ നടക്കും. ഏകാക്ഷര സമ്പ്രദായത്തിലാണ് ഈ മത്സരം നടക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. സംഘടനയിലെ അംഗങ്ങൾക്കു പുറമെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സ്കൂൾ, കോളേജ് തല വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം. വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകും. KV ഭാസ്കരൻ, AK പത്മിനി, NM ദേവകി അന്തർജനം, EC പ്രേമാവതി ടീച്ചർ, MV നാരായണി ടീച്ചർ, KV യശോദ ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. കൂടാതെ കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ഗുരുപൂജ അവാർഡ് ജേതാവ് ഡോക്ടർ CK മോഹനൻ മാസ്റ്ററെയും അക്ഷരശ്ലോക അവാർഡ് ജേതാവ് KK ഗോവിന്ദൻ മാസ്റ്ററെയും അക്ഷരശ്ലോക രംഗത്ത് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് VM ഉണ്ണികൃഷ്ണൻ നമ്പീശൻ എന്നിവരെയും പ്രത്യേകം ആദരിക്കും. ഏപ്രിൽ 19-ാം തീയതി ശനിയാഴ്ച സംഘടനയുടെ ജനറൽ ബോഡി യോഗം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ ചേരും. മാധ്യമ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ KS പൊതുവാൾ, സമിതി രക്ഷാധികാരി VM ഉണ്ണികൃഷ്ണൻ നമ്പീശൻ, സമിതിയുടെ പ്രസിഡന്റ് OM മധുസൂദനൻ, സെക്രട്ടറി VP ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് PP കുഞ്ഞിക്കണ്ണൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാടായി ഗ്രാമപഞ്ചായത്ത് മാലിന്യം വലിച്ചെറിയൽ ഗ്രാമമാകുന്നു. പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ടും മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും. മത്സ്യസമ്പത്തിനെ ബാധിച്ച് കൊടും ചൂട്. കേരള തീരത്ത് മത്സ്യലഭ്യത കുറയുന്നു. ബോട്ടുകളും വള്ളങ്ങളും കടലിൽ പോക്ക് താൽക്കാലികമായി നിർത്തിയതോടെ സംസ്ഥാനത്തെ മീൻവിലയും വർദ്ധിച്ചിരിക്കുകയാണ്.
കടലും കടൽ തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതി കല്യാശ്ശേരി മണ്ഡലം തല ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. ഭാവതീവ്രമായ സ്ത്രീ ജീവിതത്തെ അടയാളപ്പെടുത്തി ചിത്രകാരിയും കലാധ്യാപികയുമായ മൂന കൃഷ്ണൻ പരിയാരം. മൂന കൃഷ്ണന്റെ ചിത്രങ്ങളെ ശ്രദ്ധേയമാക്കുന്നത് വ്യത്യസ്തമായ ആവിഷ്കാര രീതി. 30 ചിത്രങ്ങളുള്ള മൂനയുടെ സോളോ എക്സിബിഷന് പയ്യന്നൂർ ലളിതകല ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.